നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലഹരിക്കെതിരെ ഒരു വലിയ പോരാട്ടത്തിലാണ് കേരളവും കേരള സർക്കാരും. ലഹരിയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വരുന്നത് കൊണ്ട് തന്നെ ബോധവൽക്കരണം അത്യാവശ്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഹലോ ഡോക്ടറിനെ സംസാരിക്കുന്നതും ലഹരിക്കെതിരെ തന്നെയാണ്. വിഷയത്തിൽ സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ വിധുകുമാർ കെ ആണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ലഹരിക്കെതിരെ ഒരു വലിയൊരു പോരാട്ടത്തിലാണ് ഇപ്പോൾ കേരളം മുഴുവൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ഇന്നത്തെ കാലത്ത് എത്രത്തോളം ആവശ്യകതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹലോ ഡോക്ടർ ആരംഭിക്കാം. എന്നത്തെ പോലെ തന്നെ ഓഡിയോ പ്രശ്നമുണ്ട്. ഓഡിയോ ഹലോ എന്നത്തെ പോലെയും ശരിക്കും ലഹരി വിമുക്ത കേൾക്കാമോ? പറയുന്നത് കേൾക്കാൻ പറ്റുന്നു? ഡോക്ടർ തുടർന്നോളൂ, കേൾക്കാം. ലഹരിക്ക് എതിരായിട്ടുള്ള ബോധവൽക്കരണം എന്നത്തെ പോലെയും ഇന്നും പ്രാധാന്യം അർഹിക്കുന്നു. പക്ഷേ ഇന്ന്, അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ലഹരി പദാർത്ഥങ്ങളെന്ന് പറയുന്നത് മദ്യവും പുകവലിയും പിന്നെ കഞ്ചാവുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മറ്റ് ലഹരി വസ്തുക്കളും വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതായിട്ട് പത്ര റിപ്പോർട്ടുകളുണ്ട്. ശരിക്കും പിടിക്കപ്പെടുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ലഹരി വിമുക്ത ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യം കുറച്ചും കൂടെ കൂടുതലായിരിക്കുന്നു. മാത്രമല്ല, ഈ പറയുന്ന പുതിയ ലഹരി വസ്തുക്കളെന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ഇവിടെ എത്തുന്നത്, എന്താണ് അതിൻ്റെ കെമിക്കൽ അതിൻ്റെ ഇഫക്റ്റുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് ആൾക്കാരെ ബോധവൽക്കരിക്കാനുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ലഹരിയുള്ള ആസക്തി ഒരുപാട് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ ഒരു ആസക്തിയെ നമുക്ക് എങ്ങനെ മറികടക്കാൻ സാധിക്കും? ഈ ലഹരി ഉപയോഗിക്കുന്നവരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? അതിനകത്ത് ലഹരിയിലോട്ടുള്ള ആസക്തി എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ അല്ലെങ്കിൽ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. അത് നമുക്ക് അതിനെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് സാമൂഹികമായും ജൈവശാസ്ത്രപരമായും വ്യക്തിപരമായും മനഃശാസ്ത്രപരമായുമുള്ള പല കാരണങ്ങളാലാണ് ഈ ആസക്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഉപയോഗമായിരിക്കും. അതായത് സ്കൂൾ തലത്തിലോ അതിനുശേഷമോ കോളേജ് തലത്തിലോ ഒരു വ്യക്തി ആദ്യമായി ലഹരി ഉപയോഗിക്കുന്നത്, അത് ഏറ്റവും കൂടുതൽ പറയുന്ന പുകവലിയുടെ കാര്യത്തിലാണ്. ആദ്യത്തെ പുകവലി എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനമെന്നാണ് പറയുന്നത്. അതിനുശേഷം ഒരാൾ, പ്രത്യേകിച്ചും ഒരു വശബദ്ധനാകാൻ സാധ്യതയുള്ള ലോലമായ ഒരാൾ പുകവലിയിലോട്ട് ഉറപ്പായും പോകുന്നത് ആദ്യത്തെ പുകവലിക്ക് ശേഷമായിരിക്കും. അപ്പം അതുപോലെ മറ്റ് വസ്തുക്കളുടെ കാര്യത്തിലും ഇത് പ്രധാനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഇപ്പം മദ്യത്തിൻ്റെ കാര്യത്തിലുണ്ട്. മദ്യം അത്രത്തോളം ഒരു തീവ്രമല്ല അതിനോടുള്ള ഒരു ആഭിമുഖ്യം. മറ്റ് പുതിയ ലഹരി പദാർത്ഥങ്ങൾ ഈ ഒരു ആദ്യത്തെ ഉപയോഗം ഒരുപാട് പ്രധാനമാണ്. അപ്പം അതിനെ നമുക്ക് വേണമെങ്കിൽ പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത്, ഈ ലഹരി വസ്തുക്കൾക്ക് ഒരു വ്യക്തിയിലുണ്ടാക്കാൻ സാധ്യതയുള്ള അതിൻ്റെ ഇഫക്റ്റ്, ഫലങ്ങൾ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് എന്ത് തരം അനുഭൂതിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്നത്, അത് എത്രത്തോളം നല്ലതായി അയാൾക്ക് തോന്നുന്നു. അപ്പോൾ അത് വീണ്ടും വീണ്ടും അനുഭവിക്കാനുള്ള ഒരു ആഗ്രഹം വ്യക്തിക്കുണ്ടാകും. അപ്പം അതിൻ്റെ ആ നല്ല ഇഫക്ട്സ് കിട്ടാനായിട്ടുള്ള ഒരാഗ്രഹം, ഇതാണ് രണ്ടാമത്തേത്. പിന്നെ മൂന്നാമത്തേതെന്ന് പറയുന്നത് വ്യക്തിത്വമാണ്. അതായത് നമുക്കറിയാം, എല്ലാവരും
ഇപ്പോൾ ആദ്യം ഉപയോഗിച്ചാൽ പോലും, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് പുകവലി അല്ലെങ്കിൽ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ ആൾക്കാരും ഇതിന് വശമതരാകുന്നില്ല. അതിന് ഒരു കാരണമെന്ന് പറയുന്നത് അയാളുടെ പേഴ്സണാലിറ്റിയാണ്, വ്യക്തിത്വമാണ്. വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ വളരെ സങ്കീർണമായൊരു കാര്യമാണ്. അതിനകത്ത് അയാളുടെ അതായത് വളർന്നു വന്ന രീതിയും പിന്നെ ജനിതക ഘടകങ്ങളും എല്ലാം ചേർന്ന ഒരു വ്യക്തിത്വം കൂടെ അങ്ങനെയുള്ള അങ്ങനെ സസെപ്റ്റിബിൾ എന്ന് പറയുന്ന ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ആദ്യം ഇത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ നല്ല ഫലങ്ങൾ അയാൾക്ക് കിട്ടുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ആണ് പ്രധാനമായിട്ടും ലഹരിയിലോട്ട് ഗ്രാജ്വലി ഈ വ്യക്തി പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിക്കുന്നത് ബയോളജിക്കലായിട്ടുള്ള കുറേ ചേഞ്ചസ് ആണ്. അതായത് നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന, നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന കുറേ മാറ്റങ്ങളാണ്. ആദ്യമൊക്കെ നല്ല ഇഫക്റ്റിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ആ ഇഫക്റ്റ് കിട്ടണം എന്ന് നമ്മുടെ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ പറയും, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ അതിന് വേണ്ടി പ്രവർത്തിക്കും. അത് പ്രവർത്തിക്കുന്നതനുസരിച്ച് ഈ വ്യക്തി ഈ ലഹരി പദാർത്ഥങ്ങളെ തേടിപ്പോകുന്നു. അത് ഒരു അപ്പം അതിൻ്റെ ഇഫക്റ്റ് കിട്ടാനായിട്ട് ഈ ലഹരി പദാർത്ഥങ്ങളെ തേടിപ്പോകുന്ന ഒരു പ്രവണത വ്യക്തിയിലുണ്ടാകുന്നു. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ തേടി പോകേണ്ടതില്ല എന്നുള്ളത് പോലെ നമ്മളിപ്പം പല കാര്യങ്ങളും നമ്മൾ യാന്ത്രികമായി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം തല ഓതുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ തലയുടെ മുടി ഒതുക്കുന്നത് പോലെ, അല്ല ഇങ്ങനെ യാന്ത്രികമായി ചെയ്യുന്ന, അതായത് നമ്മളിങ്ങനെ നമ്മുടെ ഹാബിറ്റായിട്ട് അത് ഗ്രാജ്വലി മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആദ്യ പരീക്ഷണം ഒരു വൾണറബിളായിട്ടുള്ള ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന തലച്ചോറിലെ മാറ്റങ്ങൾ, ആദ്യം ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതിനുശേഷം മേ ബി അതിനൊരു 3-4-5 വർഷങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റം കൊണ്ടാണ് ശരിക്ക് പറഞ്ഞാൽ ഒരു വ്യക്തി ലഹരിക്ക് അടിമപ്പെടുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം അയാൾക്ക് പരീക്ഷണത്തിന് ഉണ്ടാകുന്ന സാഹചര്യമാണ്. അത് സ്കൂളിലാകാം, അല്ലെങ്കിൽ മറ്റൊരു സാമൂഹികമായ സ്ഥിതിവിശേഷത്തിലാകാം. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ പരീക്ഷണം നടക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഗ്രാജ്വലി ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് പിന്നെ ബ്രെയിനിലെ ചേഞ്ചസ് അനുസരിച്ച് വ്യക്തി അടിമപ്പെടുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഇത്രയും പറയാൻ കാരണം, നമ്മൾ ഈ ബോധവൽക്കരണം കൊണ്ട് മാത്രം, കുറേ ആൾക്കാരെ അടച്ച് ബോധവൽക്കരിച്ചതുകൊണ്ട് മാത്രം ഈ ലഹരി നമുക്ക് നിൽക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യ പരീക്ഷണം എങ്ങനെ തടയാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനം. ഒരു കുട്ടിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്കൂൾ കുട്ടികളിൽ വൾണറബിളായിട്ടുള്ള ഒരു 10% ഉണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന ആദ്യത്തെ അനുഭവം അതെങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രിവെൻറ്റീവ്, അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ പിന്നെ ഇതിനെ തടയുന്ന രീതിയിൽ നമുക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മെഡിക്കലല്ല, അത് സാമൂഹികമായും നമ്മുടെ നമ്മുടെ പോലീസും എക്സൈസും എല്ലാം ചേർന്ന് ഈ വസ്തുവിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതാക്കുക. ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റേജ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചികിത്സയും തുടർ ചികിത്സയും ബോധവൽക്കരണവും അതിൽ നിന്ന് നിർത്തുന്നതിനുള്ള ശ്രമങ്ങളും ഗ്രാജ്വലി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ആദ്യ കാലഘട്ടത്തിലൊക്കെ മദ്യം അല്ലെങ്കിൽ പുകവലി ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ലഹരിക്കായി ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് സാഹചര്യം മാറി. അപ്പോൾ ഇന്ന് MDMA സ്റ്റാമ്പ് സൈസിലെ രൂപത്തിൽ പോലും ഇന്ന് ലഹരി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഡോക്ടർ തന്നെ ഇപ്പോൾ പറഞ്ഞു, സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ഒരു രീതി. അപ്പോൾ ഇന്ന് വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളിൽ തന്നെ മിഠായി രൂപത്തിൽ പോലും ലഹരി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ അപകടകരമായ അവസ്ഥയെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ശരിക്കും പറഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളുടെ മൊത്തത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ്, അവരുടെ ബുദ്ധിവികാസത്തിൻ്റെ ഒരു തോത് നമ്മൾ പരിശോധിക്കണം. മിക്കവാറും ബ്രെയിനിൻ്റെ പൂർണ്ണമായ വളർച്ച എന്ന് പറയുന്നത് ഒരു 18-19 വയസ്സിന് ശേഷമാണ്
നമ്മൾ ആദ്യം ശരിക്കുള്ള ബ്രെയിൻ ഉണ്ടാകുന്നുണ്ട്, ബുദ്ധി വികസിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പക്വത, അതിൻ്റെ ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങളുടെ പൂർണ്ണമായ, അതായത് പ്രത്യേകിച്ചും നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും മുൻപിലുള്ള ഭാഗത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പക്വതയും കാര്യങ്ങളുടെ വകതിരിവും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു 19-18 വയസ്സിലാണ്. അപ്പം അതിനു മുമ്പ് നമ്മൾ ഏത് രാസവസ്തുക്കൾ, അത് പ്രത്യേകിച്ച് ഈ ലഹരി പോലുള്ള വളരെ ബ്രെയിനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രാസവസ്തുക്കൾ ചെല്ലുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ബ്രെയിനിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ തലച്ചോറിൻ്റെ ഡെവലപ്മെൻറ്റിനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യും. അത് ഒരു കാര്യം. രണ്ടെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് പ്രശ്നങ്ങളുള്ള കുറേ ആൾക്കാരുണ്ട്. ഈ കുട്ടികളിൽ ഇതിനോട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ അവർക്ക്, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നിന്നോ അവർക്ക് കിട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് ആ പരീക്ഷണം തന്നെ അവരുടെ ജീവിത രീതിയെ മാറ്റിമറിക്കുന്നു. പിന്നെ അത് കിട്ടാനുള്ള ശ്രമങ്ങളാകുന്നു. സ്കൂളിൻ്റെ പിന്നെ പൊതുധാരയിൽ നിന്ന് മാറി സഞ്ചരിച്ചു തുടങ്ങുന്നു. പിന്നെ ആ ഒരു കൂട്ടുകെട്ട് ഫോം ചെയ്യുന്നു. പിന്നെ അതൊരു വേറൊരു ഒരു രീതിയിലോട്ട് ഈ കുട്ടികൾ മാറുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇവർക്ക് ഇത് കിട്ടാൻ പാടില്ല. രണ്ടെന്ന് പറയുന്നത്, ഈ കുട്ടികൾ ഇതിന് പകരം, അതായത് നമ്മുടെ കുട്ടികൾ നമ്മൾ എത്ര ശ്രമിച്ചിരുന്നാലും ഈ കുട്ടികൾക്ക് മറ്റും, അതായത് അവർക്ക് ഒരു സന്തോഷവും ഒക്കെ നൽകുന്ന മറ്റ് കാര്യങ്ങളിലോട്ട് അവരെ തിരിച്ചുവിടുക, അങ്ങനെയുള്ള ഒരു സമഞ്ജസമായ ഒരു വികാസം ഉണ്ടാവുകയാണെങ്കിൽ കുറേ പേരെങ്കിലും നമുക്ക് ഇതിനകത്തോട്ട് തിരിച്ച് വിളിക്കാൻ പറ്റും. അതിന് ഞാൻ പറയാൻ കാരണം, ഉദാഹരണത്തിന് സ്പോർട്സ് അല്ലെങ്കിൽ കായിക കലാപ്രവർത്തനങ്ങൾ, ഇങ്ങനെ നമുക്ക് സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ മൊത്തത്തിലൊരു അവരുടെ ഒരു എനർജി കീപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളിലോട്ട് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലി ഇങ്ങോട്ട് പോകാനുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കും. അത് ഒരു മാർഗമായി ഞാൻ പറയുന്നു എന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ പിന്നെ ഇത് അവൈലബിലിറ്റി, ഇത് കിട്ടുന്നത് തടയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ മാർഗം. ഇപ്പോൾ ഡോക്ടർ തന്നെ സംസാരിച്ചു ഈ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഈ ലഹരി ഉപയോഗത്തെ പറ്റി. കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ കുട്ടികളുടെ ഇടയിലെ ലഹരി ഉപയോഗത്തിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ അവരുടെ മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ഒരുപോലെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ലഹരി ഉപയോഗം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാതാപിതാക്കളും അധ്യാപകരും അതോടൊപ്പം തന്നെ സമൂഹവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഞാൻ മാതാപിതാക്കളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന് തുടങ്ങാം. അധ്യാപകരും മാതാപിതാക്കളും ഒന്നിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ, ഉദാഹരണത്തിന് എന്തെങ്കിലും രീതിയിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് പഠനത്തിൽ നിന്ന് പിന്നാക്കം പോവുക, കൂട്ടുകെട്ട് മാറുക, മറ്റ് അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ തോന്നുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു വാർണിംഗ് സൈൻസായിട്ട് നമ്മൾ എടുക്കുകയും നമ്മൾ എന്തെങ്കിലും ഇതുപോലുള്ള പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളോ ഉണ്ടെന്ന് നമുക്ക് അന്വേഷിക്കുകയും വേണം. അതാണ് ഒരു പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അത് പിതാക്കളുടെ കാര്യത്തിൽ ഇപ്പോൾ വീട്ടിൽ തന്നെ അവരുടെ മൊത്തത്തിലുള്ള മുറിയിലുള്ള കാര്യങ്ങൾ അടച്ചിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുക, പഠനത്തിൽ പിന്നാക്കം പോവുക, പിന്നെ ചെറിയ സ്മെല്ലുണ്ടാകുക മുറിയിൽ നിന്ന്. പ്രത്യേകിച്ചും ചിലതിനൊന്നും സ്മെല്ല് കാണണമെന്നില്ല, കഞ്ചാവിൻ്റെ സ്മെല്ല് വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്മെല്ലുണ്ടാവുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉടനെ തന്നെ നമ്മളൊരു എന്ന് പറഞ്ഞാൽ ഒരു റെസ്ക്യൂ മിഷൻ നമ്മൾ അന്വേഷിക്കുകയും കുട്ടിയെ പൊതുധാരയിലോട്ട് തിരിച്ച് കൊണ്ടുവരികയും വേണം. അത് അടിച്ചിട്ടും ശാസിച്ചിട്ടും ഒന്നുമല്ല, അല്ലാതെ തന്നെ നമ്മളൊരു അവയർനെസ് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് ഇതിലോട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതാണ് ഒന്ന്. പിന്നെ സമൂഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, സമൂഹത്തിനുള്ളത് ഒന്ന്, ഇതിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കുക. പിന്നെ ഇതിൻ്റെ പറ്റിയുള്ള അതായത് നമുക്കറിയാം ഇതിൻ്റെ ഉപയോഗം മീഡിയയിലും മറ്റ് എല്ലാം ഒരുപാട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ പോസിറ്റീവായിട്ട് പിക്ചറൈസ് ചെയ്യുന്നുണ്ട്, അതിനെ കാണിക്കുന്നുണ്ട്. അപ്പം അതൊരു അന്തസ്സിൻ്റെയും ഒക്കെ ഒരു വലിയ കാര്യമാണെന്നുള്ള രീതിയിലുള്ള
ഒരു പോപ്പുലറൈസേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യുക. അധികാരികളുടെ ഭാഗത്തു നിന്നും ഇത് കിട്ടാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു ഇപ്പം തന്നെ ഒരു രീതിയിലുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നു പറഞ്ഞാൽ ഇത് കെമിക്കൽസ് ആണല്ലോ. ഈ കെമിക്കൽസ് വളരെ ഗോപ്യമായി ഒരു കൊറിയർ വഴി കിട്ടാൻ സാധ്യതയുള്ള രീതിയിലോട്ട് മാറ്റുന്ന രീതിയിലോട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കെമിക്കൽ ചേഞ്ചസ്, അതിൻ്റെ സ്ട്രക്ചേഴ്സ് മാറ്റി കൊണ്ടുവരിക, അതിനെ പിടിക്കപ്പെടാതാക്കുക, ഇങ്ങനെയുള്ള ഒരു സമാന്തരമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും കൂടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ ന്യൂവർ ഡ്രഗ്സ് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോഴുള്ള മരുന്നിനെ പെട്ടെന്ന് തന്നെ കെമിക്കൽ ചേഞ്ചസ് മാറ്റിയിട്ട് അത് വേറൊരു ഇൻ്റർനെറ്റ് വഴി അത് പോപ്പുലറൈസ് ചെയ്യുകയും അത് ആവശ്യക്കാരിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു വിജിലൻ്റായിട്ടും ഈവൻ ഹൈടെക്കായിട്ടും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു വിപത്താണ് ഈ ലഹരിക്കുള്ള അടിമത്വം. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചു മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യത്തെ പറ്റിയും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ലഹരി ഉപയോഗം ഒരാളുടെ മാനസിക ആരോഗ്യത്തെ തീർത്തും വളരെ വലുതായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം അവരിലുണ്ടാകുന്ന അക്രമ സ്വഭാവം നമ്മൾ തന്നെ പല വാർത്തകളിലായിട്ട് കാണുന്നുണ്ട്. ലഹരി ഉപയോഗത്തിന് ശേഷമുള്ള കൊലപാതകങ്ങൾ വരെ നടക്കുന്നൊരു സാഹചര്യം. അപ്പോൾ ലഹരി ഉപയോഗവും അതിലെ മാനസികവുമായിട്ടുള്ള അവരുടെ മാറ്റങ്ങളെ പറ്റി ഒന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾ, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും അതിനകത്തൊരു കുറേ ന്യൂറോൺസ് ഉണ്ട്. അതായത് കോശങ്ങളുണ്ട്, തലച്ചോറിലെ കോശങ്ങളുണ്ട്. അപ്പോൾ ഈ കോശങ്ങൾ സംവദിക്കുന്നത് ഇലക്ട്രിക്കലായിട്ടും പിന്നെ കെമിക്കലായിട്ടുമാണ്. അപ്പോൾ ഈ കെമിക്കൽ ട്രാൻസ്മിഷൻ, കെമിക്കലായിട്ടാണ് കോശങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. അതിനകത്ത് കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഡോപ്പമീൻ എന്നും നോറഡ്രിനാലിൻ എന്നും സിറട്ടോണിൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ലഹരി പദാർത്ഥങ്ങളെല്ലാം ഈ പറയുന്ന അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്, അത് തലച്ചോറിലുണ്ടാകുന്ന നല്ല ഇഫക്റ്റ് ആണെങ്കിലും മോശം ഇഫക്റ്റ് ആണെങ്കിലും എന്ത് ഇഫക്റ്റ് ആണെങ്കിലും അതുണ്ടാക്കുന്നത് ഈ പറയുന്ന കെമിക്കൽസിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ്. ഒന്നുകിൽ അതിനെ കൂട്ടുന്നു, അല്ലെങ്കിൽ അത് ഏത് റിസപ്റ്ററിലാണ് എവിടെയാണോ ആക്ട് ചെയ്യുന്നത് അവിടെ ബ്ലോക്ക് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പ്രോപ്പറായിട്ട് അതിനെ തലച്ചോറിൻ്റെ കോശങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതാക്കുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെ അവിടെ നിന്നൊന്നും മാറ്റിക്കളയാൻ പറ്റുന്നില്ല. അതിനകത്ത് എക്സസ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ നമ്മുടെ തലച്ചോറിനൊരു മെക്കാനിസം ഉണ്ട്, അതവിടെ നിന്ന് മാറ്റും. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇത്തരത്തിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കൂടുതലും അതിൻ്റെ പ്രവർത്തനങ്ങളെ അധികമാക്കുന്നു. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ കെമിക്കൽ ചേഞ്ചസ് ആണ് നമ്മുടെ തലച്ചോറിൽ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളുണ്ടാകും. ഈ അനുഭവങ്ങളെന്ന് പറയുന്നത് പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. അത് ഈ ഉപയോഗിക്കുന്ന വസ്തുക്കളെ അനുസരിച്ചിരിക്കും. ഞാൻ അതിൻ്റെ നല്ല അനുഭവങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല. അത് പലപ്പോഴും കാരണം ആദ്യമൊക്കെ ഇതിൻ്റെ നല്ല അനുഭവങ്ങളെ പറ്റി കൊണ്ടാണ് ഇതിനകത്തുള്ളൊരു അഡിക്ഷൻ ഉണ്ടാകുന്നത്. പക്ഷെ അതിൻ്റെ ദൂരവ്യാപകമായ അല്ലെങ്കിൽ മോശമായ അനുഭവങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഇമ്പൾസിവിറ്റിയാണ്. നമ്മുടെ പെട്ടെന്ന് എടുത്തുചാട്ടം ഉണ്ടാകാനുള്ള സാധ്യത, ഇമ്പൾസസ് കൂട്ടുന്നു. നമ്മുടെ അഗ്രഷൻ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അഗ്രഷൻ ദേഷ്യവും വയലൻസും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്നുള്ളൊരു തോന്നൽ, അതായത് നമ്മൾക്ക് സംശയങ്ങളുണ്ടാകുന്നു. അതായത് ഉദാഹരണത്തിന് ഒരു സംശയം എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നു, നമ്മുടെ ആരെങ്കിലും ഉപദ്രവിക്കാൻ പോകുന്നു, ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ടാകുന്നു. കൂടാതെ തന്നെ ഇല്ലാത്ത തരത്തിലുള്ള നമ്മുടെ ഗോചരങ്ങൾ വഴിയുള്ള ഉദാഹരണത്തിന് ശബ്ദങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ദൃശ്യങ്ങൾ കാണുന്നു, ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ ശബ്ദങ്ങൾ കേൾക്കുകയും ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുമ്പോഴത്തേക്ക് നോർമലായിട്ട് അത് റിയൽ ആണെന്നുള്ള രീതിയിൽ പ്രതികരിക്കുമ്പോഴത്തേക്കോ അത് അബ്നോർമലായിട്ടുള്ളൊരു പ്രതികരണമായി മാറുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ടോട്ടലി ശരിക്കും പറഞ്ഞാൽ മറ്റ് ചില മാനസിക രോഗങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ
ഒരു പതിപ്പ് തന്നെ ഈ ഈ പറയുന്ന ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടാകും. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ കാണുന്ന അനുഭവങ്ങൾ. അതായത് അവർ നിയമം കയ്യിലെടുക്കുന്നതും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുന്നതും, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും, ചിലപ്പോൾ ഡിപ്രഷനിലോട്ട് പോകുന്നതും, ആത്മഹത്യയിലോട്ട് പോകുന്നതും, ഇതെല്ലാം ഈ പറയുന്ന ഈ മരുന്ന് അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് തലച്ചോറിലുണ്ടാക്കുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാനസികമായിട്ടുള്ള അനുഭവങ്ങൾ കാരണമാണ്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇതിന്റെ നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഓക്കെ. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് ആണ്. മുഹമ്മദ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ മുഹമ്മദ്. ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. മുഹമ്മദ്. പിന്നെ സാറേ, ഗുഡ് ഈവനിങ്. ഞങ്ങളൊരു പയ്യണ്ട്, പിന്നെ അവന് ഭാര്യയും കുട്ടിയില്ല. പയ്യനുണ്ട്. പയ്യൻ അപ്പൊ ഓനെ ഈ മരുന്നിന് അടിമപ്പെട്ടിക്കണേ. കുറച്ചങ്ങോട്ട് മുഹമ്മദ്, ചോദ്യം ചോദിച്ചോളൂ. ടി വിയിൽ ശ്രദ്ധിക്കാതെ ഡോക്ടറോട് ചോദ്യം ചോദിച്ചോളൂ. ചോദിക്കുന്നുണ്ട് മാഡം, ചോദിക്കുന്നുണ്ട്. അപ്പോ പിന്നെ അവന് അതിന് അവനെ പല ആശുപത്രിയിലും കൊണ്ടുപോയി. തുടർന്നോളൂ, മുഴുവനാക്കൂ. ഡോക്ടർ, ആ കോൾ ഒന്ന് കട്ടായിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകൻ ചോദിച്ചത് ഇതേപോലെ ഡ്രഗ്സ് ഉപയോഗിച്ച ഒരാളാണ്. അപ്പോൾ ആള് പല ആശുപത്രികളിലും കൊണ്ടുപോയി, അപ്പോഴൊന്നും മാറ്റമില്ല എന്നതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നതാണ് പ്രേക്ഷകൻ ചോദിച്ചത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് രീതിയിൽ കാണണം. ഒന്നെന്ന് പറയുന്നത്, പലപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കൊരു മാനസിക രോഗം വരുമ്പോഴത്തേക്ക് അതിനെ ഒരു ഡ്രഗ്സ് കാരണമായി പിക്ചറൈസ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് ആൾക്കാർക്ക്. ഉദാഹരണത്തിന് മാനസിക രോഗങ്ങളായിട്ടുള്ള അതായത് മേജർ മെൻ്റൽ ഇൽനെസ് വരുമ്പോൾ ഇതെല്ലാം അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിച്ചത് കൊണ്ടുണ്ടാകുന്നത് എന്ന് പറയുന്നൊരു സ്വഭാവം സമൂഹത്തിനുണ്ട്. അത് പറയാൻ കാരണം, ഈ പ്രത്യേക വ്യക്തിക്ക്, ഇപ്പം പറഞ്ഞ ആളിന് ശരിക്കും ഒരു പ്രഥമമായി ഒരു മാനസിക രോഗമാണോ അതോ ഈ ഡ്രഗ്സ് ഉപയോഗിച്ചത് കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകണം. എന്നാൽ മാത്രമേ അതിനൊരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റൂ. അപ്പോൾ അത് ഡ്രഗ്സ് ആണെങ്കിൽ പ്രോബ്ലി അത് പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രഗ്സ് കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ അത് നിർത്തിക്കഴിഞ്ഞ് മേ ബി 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിനകത്ത് ഈ പറയുന്ന അനുഭവങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ പിന്നെ അതിന് പിന്നെ ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യം നിർത്തുകയാണെങ്കിൽ പിന്നെ അതിന് ഒരു മാനസിക രോഗത്തിൻ്റെ ചികിത്സയുടെ ആവശ്യമില്ല. പക്ഷേ ഈ മയക്കുമരുന്ന് നിർത്തിയത് തുടർന്നും തുടങ്ങാതിരിക്കാനുള്ള ചികിത്സയുടെ ആവശ്യമുണ്ട്. രണ്ടാമത്തെ സിനാരിയോ ആണെങ്കിൽ, ഇപ്പം അതൊരു ശരിക്കും ഒരു മാനസിക രോഗമാണെങ്കിൽ അതിന് കൃത്യമായ മരുന്ന് കൊടുത്ത് അതിന് മാറ്റം ഉണ്ടാക്കണം. അത് നമ്മളിങ്ങനെ അതൊരു മയക്കുമരുന്ന് കൊണ്ടുള്ള ഒരു രോഗമായി നമ്മൾ കാണരുത്. അതൊരു പ്രഥമമായിട്ടും ഒരു മാനസിക രോഗമാണ്. ഈ രീതിയിൽ വേണം ഇതിനെ കാണാനാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ, സമയപരിമിതി മൂലമാണ് ഞാൻ ഇടപെട്ടത്. ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ലഹരിക്കെതിരെ ഒരു വലിയ പോരാട്ടത്തിലാണ് ഇപ്പോൾ കേരളവും കേരള സർക്കാരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരെയാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചതും. നമ്മോടൊപ്പം ഇന്ന് സംസാരിച്ചത് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ വിധുകുമാർ കെ ആണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.